അവ്യക്ത മുരളി പോയിന്റ്സ്. ബാബ് ദാദ പറയുന്നു, ബ്രഹ്മഭോജനം പ്രഭു പ്രസാദമാണ്, യജ്ഞ പ്രസാദമാണ്. ഭക്തിയിൽ പ്രസാദത്തിൻ്റെ ഒരു കണം പോലും ലഭിക്കുവാനായി ഭക്തർ ദാഹിക്കുന്നു. ലോകത്തുള്ളവർ ഭഗവാനാണ് തങ്ങളെ കഴിപ്പിക്കുന്നത് എന്ന് പറയുന്നു. ഭഗവാൻ ആരാണ് എന്ന് അറിയില്ല എങ്കിൽ പോലും ഭഗവാനാണ് കഴിപ്പിക്കുന്നത് എന്ന് പറയുന്നു. എന്നാൽ ബ്രാഹ്മണ കുട്ടികളായ താങ്കളെ ബാബ തന്നെയാണ് കഴിപ്പിക്കുന്നത്. അതിനാൽ താങ്കൾ സാധാരണ ഭോജനമല്ല കഴിക്കുന്നത്, പ്രഭു പ്രസാദമാണ് കഴിക്കുന്നത്. ഇതിൻ്റെ ഓരോ കണവും പദമങ്ങളേക്കാൾ ശ്രേഷ്ഠമാണ്. കാരണം നേരിട്ട് ബാബ് ദാദയ്ക്ക് ഭോഗ് അർപ്പിക്കപ്പെടുമ്പോൾ അത് പരമാത്മാ പ്രസാദമാകുന്നു. ഈ മഹത്വം അറിഞ്ഞ് ബ്രഹ്മഭോജനം കഴിക്കുകയാണെങ്കിൽ സദാകാലത്തേക്ക് മനസ്സും മഹാനാകും. ശുദ്ധമായ അന്നം മനസ്സിനെയും ശുദ്ധമാക്കി മാറ്റും. ഓർമ്മ നിറഞ്ഞ അന്നത്തിന് വളരെയധികം മഹത്വമുണ്ട്. എന്നാൽ ഓർമ്മയിൽ ഇരുന്നല്ല ആഹാരം തയ്യാറാക്കുന്നത് എങ്കിൽ, ഓർമ്മയിലല്ല കഴിക്കുന്നത് എങ്കിൽ, ആ അന്നം സ്ഥിതിയെ ചഞ്ചലമാക്കും. എന്നാൽ ഓർമ്മയിൽ ഉണ്ടാക്കി ഓർമ്മയിൽ സ്വീകരിക്കുന്ന അന്നം ഔഷധത്തിൻ്റെ ഗുണം ചെയ്യും, ആശീർവാദം പോലെ പ്രവർത്തിക്കും. ബാബ് ദാദ പറയുന്നു, ഭോഗ് അർപ്പിച്ച ശേഷവും ഓർമ്മയിലല്ല കഴിച്ചതെങ്കിൽ അത് സാധാരണ ഭോജനമായി. അതിലൂടെ ശക്തി വരില്ല. അതിലൂടെ വയറു നിറയും, പക്ഷേ ആത്മാവിൽ ശക്തി വരില്ല. സത്യയുഗത്തിലെ 36 തരത്തിലുള്ള അന്നവും ഈ ബ്രഹ്മഭോജനത്തിന് മുന്നിൽ ഒന്നും തന്നെയല്ല. കാരണം ഇത് പരമാത്മാ പ്രസാദമാണ്. താങ്കൾ ബ്രഹ്മഭോജനം എന്നല്ല ബ്രഹ്മഭോജനം എന്നാണ് പറയുന്നത്. ബ്രഹ്മാവ് യജ്ഞരക്ഷകനാണ്. ഓരോ യജ്ഞവത്സർക്കും ബ്രഹ്മവത്സർക്കും ബ്രഹ്മബാബയിലൂടെ ബ്രഹ്മഭോജനം ലഭിക്കുക തന്നെ വേണം. സംഗമയുഗം ഹൃദയേശ്വരനായ ബാബയുടെ ഹൃദയത്തിൽ വിശ്രമിക്കാനുള്ള സമയം കൂടിയാണ്. ഹൃദയത്തിൽ സുഖമായിരിക്കൂ, ബ്രഹ്മഭോജനം കഴിക്കൂ.